അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമായി. ഇന്ന് ഞങ്ങൾ പോണത് ജെൻഡിങ് ഐലൻഡിലോട്ടാണ്. എല്ലാം റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും 9 മണി കഴിഞ്ഞിരുന്നു. അങ്ങനെ പതിപോലെ സ്ട്രീറ്റിലൂടെ നടന്ന് ബുക്കിംഗ് ബീൻ താങ്ങിലോട്ട് പോയി അവിടുന്ന് മോണോറെയിൽ പിടിച്ചു. പതിപോലെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ KL സെൻറ്ററിലെത്തി. അങ്ങനെ MRT ഇറങ്ങി നമ്മൾ നേരെ ന്യൂ സെൻട്രൽ മാളിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ഇവിടുത്തെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ വെച്ചിട്ടാണ് നമുക്ക് ബസ് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഏറ്റവും താഴെ പോയിട്ട് വേണം നമുക്ക് ബസ്സിനുള്ള ടിക്കറ്റ് എടുക്കാൻ. നമ്മൾ ഈ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയ അതേ ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ നടന്നു. 2-3 ബസ് നിൽക്കുന്നുണ്ട്. അവിടെ ടൈമിങ്സ് ഉണ്ട് ബസ്സുകൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഓരോരോ ടൈമിങ്സിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ നമ്മുടെ ടിക്കറ്റ് വന്നത് 1:30 ബസ്സിനാണ്. അപ്പോൾ നമുക്കിനി ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറോളം ഫ്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് ന്യൂ സെൻട്രൽ മാളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ ഫുഡ് കോർട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്ന് എന്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് മെക്ഡി കണ്ടേ. അപ്പോൾ ഒന്ന് ശരി എന്നാൽ മെക്ഡിയിലാവാമെന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ പെട്ടെന്ന് മെക്ഡിയിൽ ഓർഡർ ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും നമ്മൾ സമയമായതുകൊണ്ട് നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഇതാണ് നമ്മളെ ബസ്. ബസ് അപ്പോഴേക്ക് റെഡി ആയിരുന്നു. ബസ്സിൽ ആ ടൈമിങ്സിൽ നമുക്ക് ആ ടൈമിങ്ങിൽ ബസ് നമ്മളവിടെ ഒന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സീറ്റ് നോക്കി കയറിയാൽ മതി. അപ്പോൾ നല്ല ബസ്സും നല്ല കുഷ്യൻ സീറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റിലായി ബസ് എടുത്തു. ബസ് ഇതേ പയ്യെ ടൗണൊക്കെ വിട്ടു തുടങ്ങി. ടൗൺ വിട്ടിട്ട് ഈ ജെൻഡിങ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു 1.5 hours അടുത്ത് ജേണി ഉണ്ട്. അതും കോലാലംപൂറിൻ്റെ ഔട്ടിലോട്ടാണ് പോണത്. അപ്പോൾ നല്ല ടെറൈനും നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ജെൻഡിങ് ഐലൻഡിലെ താഴത്തെ ടെർമിനലെത്തി. ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ ടിക്കറ്റ് എല്ലാം വെൻഡിങ് മെഷീൻ വഴിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളും വെൻഡിങ് മെഷീൻ വഴി ടിക്കറ്റ് ഓപ്റ്റ് ചെയ്തു. ടിക്കറ്റ് റേറ്റ് പെർ ഹെഡ് ഒരാൾക്ക് 18 റിങ്കറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ നടന്ന് കേബിൾ കാർ കയറാനുള്ള സ്പേസിലോട്ട് പോയി. അങ്ങനെ കേബിൾ കാർ കയറി ഒരു കമ്പാർട്ട്മെൻറ്റ് ഒരു കേബിൾ കാറിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 പേർക്ക് കയറാം. ഈ കേബിൾ കാറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അറൗണ്ട് 3.3 kilometers ആണ് ഇതുള്ളത്. അങ്ങനെ അത്രയും ട്രാവൽ ചെയ്ത് നമ്മൾ ഇവിടെ എത്തി. ജെൻഡിങ് ഐലൻഡിൻ്റെ ടോപ്പിലെത്തി. ഇനി ഇവിടുന്ന് നേരെ ഈ വഴി ഡൈവേർട്ട് ചെയ്യുന്നത് മോളിലോട്ടാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 6000 ഫീറ്റിലാണ് ഈ ഒരു ഇത് നിൽക്കുന്നത്. ഈ ജെൻഡിങ് ഐലൻഡിൽ എന്താ മെയിനാന്ന് വെച്ചാൽ കുറേ കാസിനോസ്, ഷോപ്പിംഗ് മാൾസ്, ഗെയിമിംഗ് സെൻറ്റേഴ്സ്, പിന്നെ നല്ല കുറേ ഹോട്ടൽസ്, ഇതൊക്കെയാണ് ജെൻഡിങ് ഐലൻഡിൽ. കുറേ പ്രീമിയം ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളു. നമ്മളാദ്യം തന്നെ ഇതിൻ്റെ എക്സിറ്റ് പോയിന്റിലോട്ട് ഇറങ്ങി. കാരണം ഇതിൻ്റെ ടോട്ടലൊന്ന് പുറത്തുനിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അത് നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇത്ര ആൽറ്റിറ്റ്യൂഡിൽ നിൽക്കണോണ്ട് അറിയില്ല, ടോട്ടൽ ഭയങ്കര മഞ്ഞ് മൂടിയിട്ടായിരുന്നു. അത് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ പുറത്തിറങ്ങിയതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിൻഷി ടെമ്പിൾ എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്, അങ്ങോട്ട് പോകണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ ടാക്സി എടുത്തു. ടാക്സി എടുത്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ടാക്സി ഉണ്ടായിരുന്നു. ടാക്സി എടുത്ത് നമ്മൾ നേരെ ടാക്സി കയറി. ഇനി നമ്മൾ ചിൻഷി ടെമ്പിൾസ്, അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അപ്പോൾ അങ്ങോട്ട് ഇവിടെ തൊട്ടടുത്തായിരുന്നു. ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ജെൻഡിങ് ഐലൻഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നീങ്ങി പോകുമ്പോൾ തന്നെ നല്ല ഹോട്ടൽ, നല്ല കളർഫുള്ളായിട്ടുള്ള കുറേ പെയിൻറ്റഡ് ഹോട്ടൽസൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല മഞ്ഞുണ്ടായിരുന്നു, മൂടൽമഞ്ഞ്, പെട്ടെന്ന് വന്ന മൂടൽമഞ്ഞ് പോലെ. അങ്ങനെ നമ്മൾ ഇതേ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കത് മനസ്സിലായില്ല. 30 റിങ്കറ്റായിരുന്നു നമ്മൾ ജെൻഡിങ് ഐലൻഡിൽ ഈ ടെമ്പിളിലോട്ട് അവർ വാങ്ങിയത്. എനിക്ക് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ബട്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ടെമ്പിളിലെത്തി. ആ ടെമ്പിളിലെ കുറച്ച് സ്റ്റെയർസൊക്കെ നടന്നു വെച്ചാൽ ഇങ്ങനെ മുകളിൽ നിന്നെത്തും. കുറേ നല്ല ഭംഗിയുള്ള ടെമ്പിൾസ്, ഒരു ചൈനീസ് ഓറിയൻറ്റേഷനോ അല്ലെങ്കിൽ ടിബറ്റൻ ഓറിയൻറ്റേഷൻ ആർക്കിടെക്ചറുള്ള ടെമ്പിൾസിൻ്റെ ഇത് കാണാം. അതിന് മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആയിരുന്നു. നമ്മളവിടെ കുറേ ഇതേപോലെ നടന്ന് കുറേ ഫോട്ടോസും ഇതേപോലെ വീഡിയോസൊക്കെ എടുത്തു. ഒരു വലിയ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്, പ്രതിമയുണ്ട് അവിടെ. അതിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇവർ ടിപ്പിക്കൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. പക്ഷെ അതിനും എനിക്ക് ഭയങ്കര റേറ്റ് ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ എക്കണോമിക്കലായി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആകെ 2 ഫോട്ടോ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ച് നമ്മളിവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ മൊത്തം അമ്പലം ചുറ്റിക്കറങ്ങി. അങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ വീണ്ടും നമുക്ക് തിരിച്ചുള്ള ടാക്സി പിടിച്ച് നമ്മൾ ജെൻഡിങ് ഐലൻഡിലോട്ട് തന്നെ തിരിച്ചെത്തി. അപ്പോൾ നേരത്തെ കണ്ട എന്താ പറയുക ഹോട്ടൽസൊക്കെ ഇപ്പോൾ ഒന്നുകൂടി വിസിബിളായി. ഇപ്പോൾ ആ മൂടൽമഞ്ഞൊക്കെ പെട്ടെന്നുണ്ട് അപ്രതീക്ഷയായ പോലെ ആയി. കണ്ടോ, ഭയങ്കര വിസിബിളായിട്ട് ഉള്ളതായി. അങ്ങനെ നമ്മൾ ജെൻഡിങ് ഐലൻഡിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ നമ്മൾ കുറേ ഗെയിമിംഗ് സ്റ്റേഷൻ, നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് അവിടെ മൊത്തം ഞങ്ങൾ ഏകദേശം ചുറ്റിക്കറങ്ങി. കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ വീണ്ടും കുറേ ഗെയിംസും ത്രോ ഗെയിംസും അതൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു.
പിന്നെ കാസിനോസിലൊക്കെ നമ്മൾ ജസ്റ്റ് കയറി ഇറങ്ങുക ചെയ്തത്. അങ്ങനെ നമ്മൾ ജെൻഡിങ് ഐലൻഡ് മുകളിലൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങി. ഈ 18 റിങ്കറ്റ് ഞാൻ ടിക്കറ്റ് പറഞ്ഞത് അപ്പ് ആൻഡ് ഡൗണിലുള്ള ടിക്കറ്റും കൂടിയായിരുന്നു കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ കൂട്ടിയിട്ടാണ് ഈ 18 റിങ്കറ്റ് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് സെയിം ടിക്കറ്റിൽ പോയിട്ട് തിരിച്ച് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് ഒരു കാര്യം പണി കിട്ടിയെന്ന് മനസ്സിലായത്. ബസ്സുകളൊന്നും ഇനിയിപ്പോൾ ഇല്ല, അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ വന്ന പാടെ തന്നെ നമുക്ക് റിട്ടേൺ ബസ്സും കൂടി നമ്മൾ നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഞങ്ങൾ ശരിക്കും പെട്ടു. ടാക്സി ആണെങ്കിൽ ഭയങ്കര റേറ്റ്. അങ്ങനെ അവരായിട്ട് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പിശിക്കും ഇതാക്കിയിട്ട് നമ്മൾ വേറെ ഷെയർ ടാക്സി എടുത്തു. അതിൽ നമ്മളിവിടെ ഒരു ഫാദറും ഒരു മകനും ഉണ്ടായിരുന്നു. അവർ ചൈനയിൽ നിന്നായിരുന്നു. അപ്പോൾ അവർ കൂടെ ക്ലബ് ചെയ്തു. നമ്മൾ വീണ്ടും കെഎൽ സെൻറ്ററിലെത്തി. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ന്യൂ സെൻട്രൽ മോളിലെത്തി. ഇനി ഇവിടുന്ന് വേണമല്ലോ നമുക്ക് തിരിച്ച് നമ്മളെ സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ബിഗ് ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഡോണറ്റ് ഷോപ്പ് കണ്ടത്. അടിപൊളി ഡോണറ്റുകൾ. അപ്പം ഞങ്ങളും വിചാരിച്ചു ശരി ഇന്ന് കുറച്ച് മധുരമാവാമെന്ന് വിചാരിച്ചു. നല്ല കാണുമ്പോൾ തന്നെ നമ്മൾ ആ സ്മെല്ലുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ വിളിക്കും. അതും നല്ല ഡോണറ്റ്, ഭയങ്കര ക്രസ്റ്റൊക്കെ ഭയങ്കര ഞാൻ ഇങ്ങനത്തെ ഡോണറ്റ് ഞാൻ കഴിച്ചിട്ടേ ഇല്ല നാട്ടിലൊന്നും. അപ്പോൾ ഞങ്ങൾ നല്ല 4-5 ഫ്ലേവേഴ്സ് ഞങ്ങൾ വാങ്ങി കഴിച്ചു. അടിപൊളി ഡോണറ്റായിരുന്നു. അങ്ങനെ ഡോണറ്റ് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വീണ്ടും മോണോറെയിൽ പിടിക്കാൻ വേണ്ടി, ബുക്കിംഗ് താങ്കിൽ മോണോറെയിൽ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. അപ്പോൾ മോണോറെയിൽ ഇങ്ങനെയാണ്, സിമ്പിളായിട്ടാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുക. ഏത് മെട്രോ ആയാലും ക്യാഷാണോ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ക്യാഷാണോ കോയിൻസാണോ എടുക്കണോ നമ്മൾ മാത്രം ചെക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ അതിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പൈസ അവർ കാണിക്കും. ആ എമൗണ്ട് നമ്മൾ അതിലിട്ട് കൊടുത്താൽ ഇങ്ങനെ താഴത്തുനിന്ന് കണ്ടോ നമുക്ക് കോയിൻസ് പോലെയാണ് ടിക്കറ്റ്. ഈ കോയിൻസ് ഇട്ടിട്ട് നമ്മൾ പിന്നെ ഈ കോയിൻസ് ഇങ്ങനെ കയറുന്നോടെ തന്നെ നമുക്കിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തുറക്കും. നമ്മൾ സ്റ്റേഷനിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് മോണോറെയിൽ വന്നു. വലിയ തിരക്കുണ്ടില്ല, ഞങ്ങൾക്ക് അതിന് തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. കെഎൽ സെൻറ്ററിൽ നിന്ന് 4-ാമത്തെയോ 5-ാമത്തെയോ സ്റ്റേഷനാണ് ബുക്കിംഗ് ബിങ് താങ് എന്ന് പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ബുക്കിംഗ് ബിങ് താങ്ങിലെത്തി. നമ്മളിത് പുറത്തിറങ്ങിയപ്പോൾ നേരത്തെ കാണിച്ചില്ല കോയിൻസ്, അത് തിരിച്ച് ഇതേ ഈ ഒരു ഹാളിലൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനുള്ള ആക്സസ് കിട്ടും. മോണോറയിൽ ജസ്റ്റ് ഇറങ്ങി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഞാൻ നല്ലൊരു ഷോപ്പുണ്ട്, കുറേ സുവിനിയേഴ്സിൻ്റെ. എന്ന് വെച്ചാൽ ഞാൻ എവിടെ പോയാലും ഞാൻ വാങ്ങിക്കുന്ന സാധനമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഞാൻ കണ്ടു, കുറേ കിട്ടില്ല സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കി. ഞാനൊരു 4-5 വാങ്ങിച്ചു വെച്ചിരുന്നു. കാരണം വെച്ചാൽ നമ്മളെവിടെ പോയാലും നമ്മുടെ അടുത്ത് പിന്നീട് സൂക്ഷിക്കാൻ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഫസ്റ്റ് ബുക്കിംഗ് ചെയ്താൽ സ്ട്രീറ്റിൽ തന്നെ എത്തി. സ്ട്രീറ്റ് അപ്പോഴേക്ക് രാത്രി ആയിട്ട് തന്നെ ഫുൾ ഓണായിരുന്നു, നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒരു വേറെ ലെവൽ തന്നെയാണ് ഇവിടെ, ഫുൾ പാട്ടും ഇതും ഭയങ്കര ഒച്ചയും ബഹളം. അപ്പോൾ നമ്മൾ നേരെ നിന്നിട്ട് പവലിയൻ മോളിലോട്ട് നടന്നു. കാരണം വെച്ചാൽ കഴിഞ്ഞ ഫസ്റ്റ് ദിവസം നമ്മൾ പവലിയൻ മോളിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഷോപ്സും സ്റ്റോഴ്സും എല്ലാം എങ്ങനെയാണെന്ന് കാണാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകാമെന്ന് വെച്ചു. നല്ല പവലിയൻ മോളിൻ്റെ ഫ്രണ്ട് നല്ല തിരക്കായിരുന്നു. ഈ ഫൗണ്ടെയിൻ്റെ അവിടെ കുറേ പേര് നിന്ന് ഫോട്ടോസും എല്ലാം എടുക്കുന്നതും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. ഉള്ളിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ ഉള്ളിൽ കയറി. വലിയൊരു മോളാട്ടോ അത്. കുറേ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും പ്രീമിയം ബ്രാൻഡ്സും ഉണ്ട്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഇതോടുകൂടി നമ്മൾ നടന്നത്. സ്ട്രീറ്റൊക്കെ ആൾക്കാരായി സെറ്റായിട്ട് വരുന്നുണ്ട് രാത്രിയാണ്ട്. ഈ ഒരു ഷോപ്പ് ഞാൻ ഭയങ്കര റെക്കമെൻഡ് ചെയ്യുന്ന ഷോപ്പാണ് മലേഷ്യയിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വൈഡ് റേഞ്ച് ഓഫ് ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുള്ള പെപ്പി കളേഴ്സുള്ള സാധനങ്ങൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പർച്ചേസിന് ശേഷം ഞങ്ങൾ ഇറങ്ങി ഒരു നല്ല ഷവർമ്മ കഴിച്ചു. ഇനി നേരെ റൂമിൽ പോകണം. നല്ല ടയേർഡാണ്, നല്ല റെസ്റ്റ് എടുക്കണം. അപ്പോൾ ശരി, ബൈ.